ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യ വിഭാഗം മാനേജിംഗ് ഡയറക്ടറായി മലയാളിയായ ശശികുമാർ ശ്രീധരൻ നിയമിതനായി. നിലവിലെ MD വിക്രം സിംഗ് ബേദി ഒഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. ഗൂഗിൾ ക്ലൗഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മലയാളിയായ ശശികുമാർ ശ്രീധരനാണ് നിയമിതനായത്. ഗൂഗിളിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവന വിഭാഗമാണ് ഏത്? ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവന വിഭാഗമാണ് ഗൂഗിൾ ക്ലൗഡ്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മലയാളിയായ ശശികുമാർ ശ്രീധരൻ നിയമിതനായി. ജൂലൈ 5 പ്രത്യേകത എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കാം. നോവൽ വിഭാഗത്തിൽ വരുന്ന ഒരുപാട് കൃതികളുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. നോവൽ അനുരാഗത്തിന്റെ ദിനങ്ങൾ നോവലാണ്. അനുരാഗത്തിന്റെ ദിനങ്ങൾ, ആനവാരിയും പൊൻകുരിശും, ജീവിത നിഴൽപ്പാടുകൾ, താര സ്പെഷ്യൽസ്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ബാല്യകാല സഖി, പ്രേം പാറ്റ, മതിലുകൾ, മരണത്തിൻ്റെ നിഴലിൽ, മാന്ത്രിക പൂച്ച, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ശബ്ദങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ. കുറച്ച് കൃതികളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, റേറായിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, നോവലാണ്, നോവൽ വിഭാഗമാണ്. ആനവാരിയും പൊൻകുരിശും, ജീവിത നിഴൽപ്പാടുകൾ, താര സ്പെഷ്യൽസ്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ബാല്യകാല സഖി, പ്രേം പാറ്റ, മതിലുകൾ, മരണത്തിൻ്റെ നിഴലിൽ, മാന്ത്രിക പൂച്ച, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ശബ്ദങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്താണ്? നോവൽ വിഭാഗമാണ്. അടുത്ത കഥകൾ: ആനപ്പൂട, ഓർമ്മക്കുറിപ്പ്, ചിരിക്കുന്ന മരപ്പാവ, ജന്മദിനം, നീലവെളിച്ചവും മറ്റു പ്രധാന കൃതികളും, നീലവെളിച്ചവും മറ്റു പ്രധാന കഥകളും, ബഷീറിന്റെ 10 കഥകൾ, ഭൂമിയുടെ അവകാശികൾ, വിഡ്ഢികളുടെ സ്വർഗം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ശിങ്കിടി മുങ്കൻ, സ്വാതന്ത്ര്യ സമര കഥകൾ. ഇത്രയാണ് കഥാവിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ കഥാവിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ആനപ്പൂട, ഓർമ്മക്കുറിപ്പ്, ചിരിക്കുന്ന മരപ്പാവ, ജന്മദിനം, നീലവെളിച്ചവും മറ്റു പ്രധാന കഥകളും, ബഷീറിന്റെ 10 കഥകൾ. ഭൂമിയുടെ അവകാശികൾ ഏതാണ്? കഥാവിഭാഗമാണ്, തെറ്റിപ്പോയത്. ഭൂമിയുടെ അവകാശികൾ ബഷീറിന്റെ കഥാവിഭാഗത്തിൽ വരുന്നതാണ്. വിഡ്ഢികളുടെ സ്വർഗം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ശിങ്കിടി മുങ്ങൻ, സ്വാതന്ത്ര്യ സമര കഥകൾ. ഇത്രയാണ് അദ്ദേഹത്തിന്റെ കഥകൾ വരുന്നത്. ഇനി നാടകം: കഥാബീജമാണ്. അദ്ദേഹം ഒരേ ഒരു നാടകം എഴുതിയിട്ടുള്ളൂ, ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് നോക്കുക. അദ്ദേഹത്തിന്റെ നാടകമാണ് കഥാബീജം. ലേഖനങ്ങൾ ഏതൊക്കെയാണ്? അനർഘ നിമിഷം, ജീവിതം ഒരനുഗ്രഹം, ധർമ്മരാജ്യം. ഇത്രയാണ് ലേഖനങ്ങൾ. അനർഘ നിമിഷം, ജീവിതം ഒരനുഗ്രഹം, ധർമ്മരാജ്യം. ഇത്രയും ലേഖനങ്ങളാണ്. ഇനി തിരക്കഥ ഭാർഗവീ നിലയമാണ്. തിരക്കഥ സിനിമ ആയിട്ടുണ്ട്, ഒരൊരു തിരക്കഥ എഴുതിയിട്ടുള്ള ഭാർഗവീ നിലയം. ബാലസാഹിത്യം ഏതാണ്? ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞമാണ്. ഇത് മൂന്നും ഒന്നുകൂടെ നോക്കാം. ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞമാണ്. തിരക്കഥ ഭാർഗവീ നിലയമാണ്. പിന്നെ നാടകം ഏതാണ്? കഥാബീജമാണ് അദ്ദേഹത്തിന്റെ നാടകം. ഇനി രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അളക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ദേശീയ തലത്തിൽ 65.33 പോയിന്റ് നേടി 2ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. അഭിമാനമായിട്ടുള്ള നേട്ടമാണ്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അളക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ കേരളം 2ാം സ്ഥാനത്ത്. അടുത്ത ഖാനയുടെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ദ ഓഫീസർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന സമ്മാനിച്ച് പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഖാന. ബഹുമതിയുടെ പേരാണ് ദ ഓഫീസർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന. ബുധനാഴ്ച നടന്ന ചടങ്ങിൽ ഖാനയുടെ പ്രസിഡന്റ് ജോൺ ഭ്രമാണി മഹാമയാണ് നരേന്ദ്രമോദിക്ക് പുരസ്കാരം നൽകിയത്. അടുത്ത ചാൾസ് മൂന്നാമൻ നെൽസൺ മണ്ടേല, UN സെക്രട്ടറി ജനറൽ ആയിരുന്ന, നേരത്തെ UN സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ എന്നിവർക്കാണ് മുൻപ് ഈ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.